കടക്ക് പുറത്ത് ഇത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് പറഞ്ഞതാണ്. അവർ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതോടുകൂടി ഒരുപടി പിന്നോട്ട് കാലെടുത്ത് വെച്ചു. പക്ഷേ അത് ബൂമായത്, അതായത് ഒരു ബൂമിങ് കിട്ടിയത് ഇന്ത്യക്കാണ്. ബമ്പർ അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ബമ്പർ. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വലിയ ബിസിനസ്സൊക്കെ നടക്കുന്ന സമയങ്ങളാണ്. പല രാജ്യങ്ങളുമായിട്ടും പല തരത്തിലുള്ള കച്ചവട നയതന്ത്ര ബന്ധങ്ങളും ഒക്കെ വലിയ രീതിയിൽ നടക്കുന്ന ഒരു സമയമാണ്. നമ്മൾ അഫ്ഗാനിസ്ഥാനെ അറിഞ്ഞു തന്നെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നമ്മളോടൊരു ചകടയ്ക്ക് വരാത്ത ആളുകളോടൊന്നും തന്നെ അങ്ങോട്ട് പോയിട്ട് ചൊറിഞ്ഞു 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 ചെന്ന് അടി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അടി കൊടുക്കുകയോ ചെയ്യുന്ന ഒരു രീതി അത് നമ്മുടെ ബ്ലഡിലില്ല. അത് ഇന്ത്യൻ വംശജരുടെ ബ്ലഡിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല. ചൊറിഞ്ഞു 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 ചെന്ന് കിട്ടേണ്ടതെല്ലാം ചോദിച്ചു വാങ്ങും. ഇനി വേണമെങ്കിൽ കുറച്ച് കൂടുതലും ചോദിച്ചു വാങ്ങും. അത്തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനോട് പറഞ്ഞു, ഇതുവഴിയുള്ള ഇനി ഈ അതിർത്തിയെല്ലാം ഞങ്ങൾ കൊട്ടിയടക്കുകയാണ്. ഒരൊറ്റ എണ്ണ ഈ അതിർത്തി വഴി ഒരു കാര്യത്തിനും കടന്നു പോയേക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അഫ്ഗാനിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ ഈ ഫലത്തിൽ ഈ ഒരു രീതിയിലേക്കുള്ള അതിർത്തി അടക്കൽ വന്നതോടുകൂടി ശതകോടികളുടെ വരുമാനം വരാവുന്ന പുതിയൊരു മാർക്കറ്റ് ഇന്ത്യക്ക് തുറന്നു കിട്ടുകയാണ് ചെയ്തത്. പാക് അഫ്ഗാൻ അതിർത്തി കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇത്തരത്തിൽ വാശി പിടിച്ച് പാകിസ്ഥാൻ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴും സംഘർഷത്തിനിടയിലൊക്കെയും അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ചങ്ങാതി, ആ അതിർത്തി ഒന്ന് തുറക്ക്, നമ്മുടെ വ്യാപാര ബന്ധങ്ങളൊക്കെ നിൽക്കട്ടെ, അല്ലാതെ നിങ്ങൾ എല്ലാ രീതിയിലും ഒറ്റ അടക്കല്ലേ, അത് രണ്ട് കൂട്ടരെയും ബാധിക്കും എന്നൊക്കെ നല്ല ശുദ്ധമായ ഭാഷയിൽ തന്നെ ആയിരിക്കണം അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട്. താലിബാൻ ഭരണാധികാരി പാകിസ്ഥാനോട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പറഞ്ഞ ഒരു ഇഞ്ച് ഞങ്ങൾ വിട്ടു തരില്ല ആശാനെ, മതി, നിങ്ങളുമായിട്ടുള്ള സകല കച്ചവടവും ഇതോടുകൂടി നിർത്തിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഭയ്യ നിങ്ങളുടെ താല്പര്യം പോലെ തന്നെ ഇരിക്കട്ടെ, ആ പരിപാടിയൊക്കെ അങ്ങ് ഇരുന്നോട്ടെ, അങ്ങനെ മുട്ടുകുത്തിക്കാനൊന്നും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവഴി ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു വലിയ ഒരു ബമ്പർ അടിച്ചത് നോക്കൂ. ഇന്ത്യക്ക് മരുന്ന് വിപണന രംഗത്ത് 1800 കോടി രൂപയുടെ പുതിയ അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധം തുടരുക തന്നെ ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഓരോ തരത്തിലുമുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുമ്പോഴും പാകിസ്ഥാൻ അവിടെ കുരുപൊട്ടും. ഈ കുരുപൊട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ചകടയാകുന്നത്. പക്ഷെ അത് ആർക്കാണ് ദോഷം ചെയ്യുന്നത്? അത് പാകിസ്ഥാന് തന്നെ ദോഷം ചെയ്യുകയാണ്. തലയ്ക്ക് മൂളയില്ലാത്ത പാകിസ്ഥാനെ ഇത് തിരിച്ചറിയാനും കഴിയുന്നില്ല. എന്തായാലും ഇറാൻ സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം ഇന്ത്യ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു എന്നൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് പ്രചാരണം വന്നിട്ടുണ്ടായിരുന്നു. ആ ചില കേന്ദ്രങ്ങൾ എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണമുണ്ട്. ചില തൽപര കക്ഷികളുടെ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അവർക്ക് ഇന്ത്യക്ക് എതിരായിട്ടുള്ള, ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന രാജ്യങ്ങളുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അവർ തമ്മിൽ ചകടയായി പോട്ടിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിൽ വാർത്തകൾ പടച്ചുവിടാറുണ്ട്. ആ പടച്ചുവിടുന്നതെല്ലാം തന്നെ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ ശക്തിയുക്തം പറയുകയും ഒക്കെ ചെയ്തു. നോക്കുക, 4 ഭാഗവും കരയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം, അതാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ തുറമുഖങ്ങളിൽ നിന്നൊക്കെ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ തോർഖാം, ചമൻ അതിർത്തികളിലൂടെയാണ് ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നിരുന്നത്. കഴിഞ്ഞ വർഷമുണ്ടായിട്ടുള്ള ഈ സംഘർഷത്തെ തുടർന്ന് 2 അതിർത്തികളും അടച്ചിടുന്നു. ഇതോടെയാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് സമീപിക്കുന്നത്. ഇന്ത്യയോട് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് അവിടെ കടക്കാനുള്ള വഴിയൊന്നുമില്ല, ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ താലിബാൻ ഭരണം നിലനിൽക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ മരുന്നുകൾക്കൊക്കെ വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. മരുന്ന് ക്ഷാമം പല രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ താലിബാനിൽ അത് കുറച്ചധികമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലും അഫ്ഗാൻ സർക്കാരും കഴിഞ്ഞ ഡിസംബറിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണത്? അഫ്ഗാനിൽ മെഡിക്കൽ ലബോറട്ടറികളും ആശുപത്രികളും അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിനുമൊക്കെ ഇന്ത്യയുടെ സഹായമുണ്ട്. നോക്കുക, കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 2.7 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള മരുന്നുകൾ
കയറ്റുമതി ചെയ്ത് എന്നാണ് കണക്കുകൾ പ്രകാരം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ 970 കോടിയോളം രൂപയുടേത് എത്തിച്ചത് അഫ്ഗാനിസ്ഥാനിലേക്കായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ആകെ മരുന്ന് കയറ്റുമതിയുടെ 0.5% താഴെ മാത്രമാണ് ഈ 970 കോടി എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ചെറുതാണെങ്കിൽ പോലും നമ്മൾ അതിനെ വലിയ വില കൽപ്പിക്കുന്നുണ്ട്, നമ്മൾ അതിനെ മാനിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഈ ഒരു കരാറ് നമുക്ക് ഇല്ലാതെയാക്കിക്കൂടാ, അത് നമുക്ക് നടത്തേണ്ടതാണ്, അത് നമുക്ക് ആ വഴി വരേണ്ട വരുമാനം നമ്മൾക്ക് എത്തിക്കേണ്ടതാണ്, ഇന്ത്യയിലേക്ക് എത്തിക്കേണ്ടതാണ്. അങ്ങനെ ചെന്ന് തന്നെയാണ് വലിയ രീതിയിലുള്ള കരാറുകളിലേക്കൊക്കെ ചില രാജ്യങ്ങളിൽ നമുക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യ നടപ്പാക്കുന്നുണ്ട്. 20%, അപ്പോൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് 20% വർദ്ധിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അടുത്ത വർഷങ്ങളിൽ ഈ ഒരു നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ വ്യാപാര ബന്ധം എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യയിലെത്തുന്ന അഫ്ഗാൻ പൗരന്മാരുടെ എണ്ണവുമൊക്കെ കൂടുമെന്ന് കൂടി ഈ മേഖലയിലുള്ള വിദഗ്ധരൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പലതരത്തിൽ പല രാജ്യങ്ങളിൽ നിന്ന്, എന്തിനധികം പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് പോലും ഇന്ത്യയിലെത്തി കൃത്യമായ ട്രീറ്റ്മെന്റ് നൽകി അവർക്കൊരു പുതുജീവൻ നൽകി തിരിച്ചയച്ച ഒരു വലിയ ചരിത്രം തന്നെ ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിലൊന്നും ഇന്ത്യ യാതൊരു തരത്തിലുമുള്ള ഒരു പിടിവാശികളും കാണിക്കാറില്ല. പക്ഷേ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നിലവിൽ കുറച്ചുകൂടി ആശങ്കകൾ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ചികിത്സാ സഹായം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യ മുടക്കാറില്ല. അത്തരത്തിൽ തന്നെയാണ് അഫ്ഗാൻ പൗരന്മാരുടെ കാര്യത്തിലും നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പലതരത്തിൽ, എന്തിനധികം കേരളത്തിൽ പോലും അഫ്ഗാൻ പൗരന്മാരൊക്കെയും എത്തുന്നുണ്ട്. അഫ്ഗാൻ പൗരന്മാരെന്നല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരും എത്തുകയും അവരൊക്കെ പുതുജീവൻ കൈവരിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ മെഡിക്കൽ ടൂറിസം രംഗത്ത് ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു കാൽവയ്പ് നടത്തുക കൂടി ചെയ്യുന്നുണ്ട്. നമ്മളെ വിശ്വസിച്ച് അവിടെയാണ് പലരും ഇവിടെ നിന്ന് വിദേശത്തേക്ക് ചികിത്സ തേടി പോകുമ്പോൾ നമ്മളെ വിശ്വസിച്ച് അന്യരാജ്യങ്ങളിലെ പൗരന്മാർ, പ്രധാനപ്പെട്ട ആളുകളൊക്കെയും ഇവിടേക്ക് ചികിത്സയ്ക്ക് വരുന്നുണ്ട് എന്ന് കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നാലും ഈ മേഖലയിലുള്ള വരവ് കൂടും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. 2024 48,000 അഫ്ഗാൻ പൗരന്മാര് മെഡിക്കൽ ടൂറിസത്തിനായിട്ട് ഇന്ത്യയിൽ എത്തി എന്നാണ് പറയുന്നത്. അതേസമയം അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യാനും കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. നമ്മളെ കണ്ണും പൂട്ടിപ്പോയി അങ്ങ് വീണു കൊടുക്കുകയല്ല ചെയ്യുന്നത്. വളരെ കൃത്യമായി ആലോചിച്ച് സസൂക്ഷ്മം വീക്ഷിച്ച് നിരീക്ഷിച്ച് ഇതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുകയുമുള്ളൂ. 2021 താലിബാൻ അധികാരം പിടിച്ചെങ്കിലും റഷ്യ ഒഴികെയുള്ള രാജ്യങ്ങളൊന്നും താലിബാനെ ഇതുവരെയും ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു താലിബാൻ ഭരണകൂടത്തെ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില രാജ്യങ്ങൾ വാണിജ്യ ബന്ധമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ സ്ഥിരതയുള്ള ഒരു ഭരണകൂടം ഇല്ലാത്തത് സാമ്പത്തിക വെല്ലുവിളിയും ഈ രാജ്യത്തിന് ഉയർത്തുന്നുണ്ട്. US അടക്കമുള്ള രാജ്യങ്ങളുടെ അംഗീകാരം ഇല്ലാത്തത് കൊണ്ട് പൂർണ്ണ തോതിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും രാഷ്ട്രീയപരമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നേരിട്ടുള്ള ഒരു നിക്ഷേപം നടത്താനും ഇന്ത്യ തയ്യാറായേക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കുന്നത്. ഇതെല്ലാം തന്നെ പാകിസ്ഥാന് ആശങ്കയുണ്ട്. അഫ്ഗാനിസ്ഥാൻ വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു, ചൊറിച്ചിലാണ്, കണ്ണുകടി സഹിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അത് വലിയ രീതിയിൽ അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഫ്ഗാൻ നേതൃത്വത്തിന്റെ അടിക്കടിയുള്ള ഇന്ത്യ സന്ദർശനവും നെഞ്ചത്ത് ഇടുത്തി വീഴുന്നത് പോലെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് അവർ സ്വയമേവ കരുതുന്നുണ്ട്. അങ്ങനെയാണോ എന്നുള്ളതൊക്കെ വരുന്ന നാളുകളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ബലൂച്ച് വിമതരെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണ് എന്നുള്ളത് കൂടി പാകിസ്ഥാൻ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ പാടെ നിഷേധിച്ചിട്ടുണ്ട് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും. എന്തായാലും പുതിയൊരു മാറ്റത്തിന് തന്നെയാണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം പോലും ഇന്ത്യ വളരെ സസൂക്ഷ്മം ആലോചിച്ച് നിരീക്ഷിച്ച് മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് ഇതുവരെ നിങ്ങൾ തന്ന സഹകരണത്തിന് വളരെയധികം നന്ദി. ഇനിയും നിങ്ങൾ ചാനൽ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.